ഇലക്ഷൻ മത്സരിക്കണമെന്നുണ്ടോ? മത്സരിക്കണം എനിക്ക് അച്ഛന് ഭയങ്കര താല്പര്യമായിരുന്നു എന്നെ ഇലക്ഷനിൽ മത്സരിപ്പിക്കണം. ഒരു സ്ഥാനാർത്ഥിയാവാൻ തോന്നിയവന്റെ ഒക്കെ 7:30 ശനിയുടെ ആരംഭമാണെന്ന് കരുതിയാ മതി. ഇവിടെ നമ്മുടെ ഇപ്രാവശ്യത്തെ മെമ്പർമാരുടെ തന്നെ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ 2-3 പാർട്ടിക്കാരെ എൻ്റെ അടുത്ത് വന്നിട്ട് അവരുടെ കൂടെ നിന്ന് സ്ഥാനാർത്ഥി ആവണമെന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ കൈകൂപ്പി. ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? വിൽ ഹി ഗീവ് അപ്പ്? കിട്ടിയതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അറിഞ്ഞു ഇത് എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല. എവിടെയോ ഇരുന്ന ഞാൻ ഇതിന് നിയോഗപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. പിന്നെ സമൂഹത്തിൽ ഇനി എന്തെങ്കിലും ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്നവരെ നമുക്കൊരു വിശ്രമമില്ല. നമുക്കിനി എന്തെങ്കിലും വലുത് പിടിച്ചേ പറ്റും. പല പാർട്ടിയും പല പാർട്ടിക്കാരും ഒന്ന് സ്റ്റേജ് പങ്കിടാൻ വരുമോ, ഒന്ന് ഓട്ടപ്പെടുത്തിക്കാൻ വരുമോ, പോകാൻ മനസ്സ് കാണിച്ചിട്ടില്ല. ഓ, എന്തൊരു അവിഞ്ഞ ഡയലോഗ് അടിയത്. കൂവാൻ വേണ്ടി മാത്രം വന്നിരിക്കുന്ന ചെലവന്മാരുണ്ട് അവിടെ. അവരുടെ കയ്യിൽ ഇത് കിട്ടിയ കൂവി പൊളിക്കും. വേഗം കഴിക്കട്ടെ. MLA കഴിച്ചിട്ട് പോട്ടെ ആദ്യം. MLA-യോ? ഞങ്ങളുടെയൊക്കെ MLA ആണ്. ആര് പറയുന്നു? ഞാൻ കേട്ടിട്ടില്ലല്ലോ. അസൂയ കൊണ്ട് പലരും പറയാറില്ല, അതുകൊണ്ട് ഞാൻ സ്വയം പറയുന്നു. എല്ലാരും വിളിക്കണതേ അങ്ങനെയാണ്. ഇപ്പം അവര് ഉറപ്പിച്ചു കഴിഞ്ഞു. എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല ഈശ്വര. നീ കിടന്ന് ഉരുളൊന്നും വേണ്ട. ഇക്കാര്യമേ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മൾ പുറത്ത് ഏത് പാർട്ടിയാന്ന് പോലും പറയാൻ പാടില്ല എന്നുള്ളതൊക്കെ തിരിച്ചറിഞ്ഞു തുടങ്ങിയത്. തോന്നിയ പോലെ ചെയ്യണം, അതാണ് പോളിടെക്നിക്. അതേതോ രാഷ്ട്രീയം. ഒരുപാട് വിളിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പോവാത്തത്. കാരണം നമുക്ക് വേറൊരു പാർട്ടിയെ വിഷമിപ്പിക്കണം എന്ന് നമുക്കില്ല. എടാ, ഒരു വിഡ്ഢി സ്വയം പുകഴ്ത്തും, ഒരു ബുദ്ധിമാൻ വിഡ്ഢിയെ പുകഴ്ത്തും. നിന്റെ കാര്യത്തിൽ രണ്ടും കറക്റ്റ്. മാനേജരാക്കാന്ന് പറഞ്ഞാൽ ഞാൻ ആസ് ആൻ ആക്ട്രസ് എന്ന് പറയുന്നത്, ഞാൻ എല്ലാ വേദി പോകുമ്പോൾ ചിലപ്പോൾ ഓരോ വേദി പങ്കിടുന്നത് ഓരോ രാഷ്ട്രീയക്കാരായിരിക്കും, ഓരോ പാർട്ടിയിലുള്ളവരായിരിക്കും. ഇപ്പൊ അയാളൊന്ന് പറയണു വേറൊരു കഥ. ഇനി ആ കഥയും മാറും. കഥകൾ ഒരുപാടുണ്ടാകും ഇവിടെ. നടക്കില്ല. കാരണം നമ്മൾ ആരും അറിയാത്ത ഒരാളായിരുന്നെങ്കിൽ പോയിരുന്നെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പോ നമ്മൾ സൊസൈറ്റിയിൽ അങ്ങനത്തെ ഒരു സിഗ്നേച്ചർ കൊടുത്തത് കൊണ്ട് നമുക്ക് അങ്ങനെ എക്സ്പോഷർ കാണിക്കാനും പറ്റില്ല രാഷ്ട്രീയപരമായിട്ടുള്ള. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുന്നു പറഞ്ഞത് ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഓരോരുത്തരുടെയും രാഷ്ട്രീയ ചിന്താഗതികൾക്ക് ശരിയും തെറ്റും വേർതിരിച്ചുകൊണ്ട് വോട്ട് ചെയ്യാൻ പോകുമ്പോൾ അത്തരത്തിലുള്ള പാർട്ടിക്കാർക്ക് വോട്ട് ചെയ്യുക, അവർക്ക് സപ്പോർട്ട് ചെയ്യുക. കറക്റ്റ്. റെഡിമെയ്ഡ് ഉത്തരം. പറഞ്ഞു പറയിച്ചാണെന്ന് പറയത്തേ ഇല്ല. എന്താണോ ജനങ്ങൾക്ക് നല്ലതെന്ന് തോന്നുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അത് ആരാണോ ചെയ്യുന്നത് ഓരോ വർഷവും ഓരോ സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുക. അതറിഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. പക്ഷെ യാതൊരു വിധത്തിലുള്ള ഒത്തീർപ്പിനും നീ ശ്രമിക്കണ്ട, ഞാൻ അതിന് തയ്യാറല്ല.